പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് മാർച്ച് 18 ചൊവ്വാഴ്ച. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർഗ്ഗങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഇതിൻ്റെ പേര് അന്നു വേണ്ട ആഹാരം എന്ന അവർ ഡെയിലി ബ്രെഡ്. ഇപ്പം ഡെയിലി ബ്രെഡ് എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ശുശ്രൂഷ ഉണ്ട്. നമ്മുടെ പേര് അവർ ഡെയിലി ബ്രെഡ് എന്ന്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ ദൈവാനുഗ്രഹം പ്രാപിക്കാനാണ് നമ്മൾ നിയോഗം വെച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലുള്ള ദൈവിക പ്രാർത്ഥന. കർത്താവേ, ഞങ്ങൾ അല്പസമയം മുമ്പ് നിയോഗം വെച്ച വിഷയങ്ങൾ
അങ്ങയുടെ മക്കൾ ലോകം മുഴുവനും നിയോഗം വെച്ച എല്ലാ വിഷയങ്ങളെയും ഞാൻ അങ്ങയുടെ ഉന്നതമായ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അങ്ങയുടെ മക്കൾ ഇപ്പം നിയോഗം വെച്ച വിഷയത്തിന് മേലെ കർത്താവ് ഇന്ന് തന്നെ അല്ലെങ്കിൽ ഈ ആഴ്ചയിലാണ് അടയാളം കിട്ടണമെങ്കിൽ കർത്താവ് താമസം വിന അവർക്ക് അടയാളം നൽകി അവർക്ക് കർത്താവ് എല്ലാവർക്കും ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൻ്റെ ഒരു ശ്വസിക്കണ പോലെ തോന്നാൻ, അവർ പ്രാണവായു പോലെ തോന്നണമേ കർത്താവേ. അവർക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ ഈ പ്രാർത്ഥനയുടെ നിങ്ങൾ ഒരുക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ, ജീവിത ഒരു പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഭക്തിയും വിശ്വാസം കുറഞ്ഞു പോണ അത്രയും വൈകാരികമായിട്ട് ആ വിഷയങ്ങളെ കാണുന്നവരുണ്ട്. ഈശോയെ കർത്താവെ, അവരെയൊക്കെ നീ തീർച്ചയായിട്ടും അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ അതൊക്കെ ജീവിച്ചിരിക്കത്തില്ല. അഥവാ ജീവിച്ചിരിക്കണമെങ്കിൽ തന്നെ ചത്തതുപോലെ ജീവിക്കും. കർത്താവെ, നിന്റെ വലിയ സ്നേഹത്താൽ അതുപോലെ വിവാഹം ഒത്തു വരുന്നില്ലല്ലോ, എല്ലാവർക്കും ജീവിത പങ്കാളികളായല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന പുരുഷനെയും സ്ത്രീയും ഉണ്ട് കർത്താവെ. അവിടെയൊക്കെ മനോവികാരങ്ങളും മനോനൊമ്പരങ്ങളും എന്നൊക്കെ അപർണനീയവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുമാണ് കർത്താവെ. ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തത് നിനക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പൂർണ്ണമായ അനുഭവം കൊണ്ട് തിരിച്ചറിയുന്ന കർത്താവെ. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ. മക്കളെ നീ സ്വച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പഠനങ്ങളെ കുറച്ചുകൂടെ പരീക്ഷ തീരാൻ പോകുന്നു, കുറച്ച് പേര് വീണ്ടും പരീക്ഷ കണ്ടിന്യൂ ചെയ്യുന്നു കർത്താവെ. എല്ലാവരെയും അവർക്കൊരു ഉപരി വിദ്യാഭ്യാസം കിട്ടുന്ന രീതിയിൽ കർത്താവെ എങ്ങനെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കഴിവല്ല, അവർക്ക് അനുതാപവും അച്ചാത്തവും ഉണ്ട്. ഇനി ഞങ്ങൾക്ക് പഠിക്കാനൊരു അവസരം കിട്ടിയാൽ, ഞങ്ങൾ ഈ പരീക്ഷയിൽ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കർത്താവെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന മക്കളുണ്ട്. അവരെ നീ പ്രത്യേകം സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു പിടി മണ്ണില്ലാത്തവർ, ഒരു കൂര കുത്താൻ ഇടമില്ലാത്തവരുണ്ട് ഈശോയെ. അതേസമയം തന്നെ കർത്താവ് വാടകയ്ക്ക് വന്നിട്ട് ഇറങ്ങിപ്പോകുന്നില്ലെന്ന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് ഈശോയെ. അത് പോലീസ് വഴക്കം കേസൊക്കെ ആയിട്ട് മാറുന്നുണ്ട് ഈശോയെ. അതേസമയം തന്നെ കർത്താവ് പല സങ്കടങ്ങളിൽ പ്രതിരോധിക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ ഭയങ്കരമായ അൺജസ്റ്റ് അഗ്രസീവ്നെസ് പോലെയുള്ള അനീതി അക്രമങ്ങളും നടക്കുന്നുണ്ട് ഈശോയെ. ബലഹീനന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഈശോയെ. കർത്താവ്, ഇന്ന് ഈ ആഴ്ചയിൽ യാത്ര ചെയ്യുന്നുണ്ട് ഈശോയെ. ഈ യാത്രയിൽ ഓരോരോ വിഷയങ്ങളിലെ പുതുതായിട്ട് കർത്താവ് ഉത്തമ ബോധ്യത്തോടെ പുതുതായിട്ട് സംരംഭങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ട് ഈശോയെ. പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുള്ളവരുണ്ട് ഈശോയെ. തുടങ്ങാമെന്ന് ആലോചിച്ചുകൊണ്ട് ബാങ്കിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ഈശോയെ. ഭയങ്കര ചെന്നിട്ട് ഒരു കാര്യങ്ങളും കർത്താവ് അടുപ്പിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഈശോയെ. പക്ഷേ ചെയ്താൽ വിജയിക്കുന്ന ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വിഷയത്തിൻ്റെ പേരും കർത്താവെ അങ്ങ് തന്നെ ഇടപെട്ടവരെ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ്, രോഗികൾ ആശുപത്രി കിടക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ രോഗികളിൽ നിന്ന് ടെസ്റ്റിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള FNAC ടെസ്റ്റിനും സാമ്പിൾ ടെസ്റ്റിനും ഒക്കെ പോകുന്നുണ്ട് ഈശോയെ. അവരൊരു കാരണവശാലും കർത്താവ് പോസിറ്റീവ് ആകല്ലേ, നെഗറ്റീവ് ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അവരെ എല്ലാം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ബൈസ്റ്റാൻഡറായിട്ട് അവിടെ കൂടെ പോകുന്ന പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും രോഗം സംഭവിച്ചാൽ മുടക്കാൻ ഒരു ഇഞ്ചക്ഷൻ്റെ കാശ് പോലും തങ്ങളുടെ കയ്യിൽ ഓർത്തുകൊണ്ട് വേദനിക്കുന്നുണ്ട് ഈശോയെ. വലിയ സാമ്പത്തിക ബാധ്യതകളിൽ കുരുങ്ങിയിട്ട് കർത്താവ് അതിനുവേണ്ടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അതിനുവേണ്ടി ഒരു പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട് ഈശോയെ. അവരെല്ലാം ഇപ്പോൾ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിങ്ങളുടെ മുഴുവൻ പരിശ്രമങ്ങളെയും ഉദ്യമങ്ങളെയും നിങ്ങൾ ഇന്ന് റിസൾട്ട് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഇന്ന് വൈകുന്നേരത്തിൽ അറിയാൻ കഴിയുമെന്ന് പറയുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഉത്തരം കിട്ടാൻ ഇടയാക്കണമേ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പറ്റാവുന്ന ഒരു ചെറിയൊരു അബദ്ധമുണ്ട്. ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് വരാം. ഉടമ്പടിയിലാകുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അടയാളം പ്രാപിക്കും, അടയാളം പ്രതീക്ഷിക്കുകയും ചെയ്യും. ഈ ആസ്തി വികസന കാലം എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. ആസ്തി വികസന കാലം. ആധ്യാത്മിക ആസ്തികൾ എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, വിശ്വസ്തത. ഇതൊക്കെയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ആസ്തികൾ എന്ന് പറയുന്നത്. ഈ ആസ്തി വികസിക്കുന്ന കാലത്ത് എന്തായിരിക്കും പറയാം? അടയാളം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറയേണ്ടത്,
അടയാളത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. കാര്യം അടയാളത്തിന് അമിത പ്രാധാന്യം കൊടുത്താൽ നമ്മൾ അമിത പ്രാധാന്യം എന്തിന് കൊടുക്കുന്നുവോ അത് നമ്മുടെ ദൈവമായി മാറും. അപ്പം അടയാളത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അടയാളത്തിനാണ് നമ്മൾ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അടയാളങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്ഥാനം വരും. മർക്കോസ് 12:30 നീ നിന്റെ ദൈവമായ കർത്താവിനെ, മർക്കോസിന്റെ 12:30 പറയണത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ. അയ്യോ, എല്ലാം പൂർണ്ണമാണ്. എന്തൊക്കെ തന്നെ പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, പിന്നെന്താ പൂർണ്ണ ഹൃദയം, കംപ്ലീറ്റ് മാൻ. അത് ദൈവത്തെ സ്നേഹിക്കാൻ ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വിശ്വാസം ദൈവം അക്സെപ്റ്റ് ചെയ്ത് റിജക്റ്റഡ് ആണത്. ഉറപ്പാട് 20:20 എടുത്തേ. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. അപ്പൊ ചില സമയത്ത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ ദൈവം വരും. പക്ഷെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ദൈവമാണ് ആ വരണതെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ തെറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ നമുക്കറിയത്തില്ല ദൈവമാണ് വരണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ അടയാളമില്ലാത്ത കാലത്ത് വളരെ ശ്രദ്ധിക്കണം. മത്തായി 24:44 അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. പ്രസൻസ് ഫീൽ ചെയ്യുന്നത് മനുഷ്യപുത്രൻ വരുന്നത്. അതായത് നമുക്ക് ഇപ്പൊ അടയാളം കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമല്ലോ അവിടെ. പക്ഷെ അടയാളം ഇല്ലാത്ത സമയത്തും ദൈവം വരും. അടയാളം ഉള്ള സമയത്തേക്കാൾ ഭയങ്കര സീരിയസ് ടൈമാണ് അടയാളം ഇല്ലാത്ത കാലം. എന്താണ്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ആ ഒരു കംപ്ലീറ്റ് ബ്ലാങ്കിൽ എന്നുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ പോണത്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വരുമാനം ഭൗതികമായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ വിശ്വാസം, അടയാളമില്ലാത്ത കാലത്ത് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, വിശ്വസ്തതയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ദൈവം ഉള്ള കൂടെ നിൽക്കുന്ന അടയാളം കാണിക്കുന്ന പോലെ അതിനേക്കാൾ മൂർച്ചയോടെ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ എന്നാ പറ്റും? ഒരു ടൈം കഴിയുമ്പോൾ അടയാളത്തിൻ്റെ കാലം കാണുമ്പോൾ ദൈവത്തിനൊരു കാലം ഉണ്ടാവില്ല, എല്ലാത്തിനും കാലമല്ലേ. അതായത് സഭാപ്രസംഗിയുടെ 3-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. ഇപ്പൊ അടയാളം ഉള്ള കാലമുണ്ട്, അടയാളം ഇല്ലാത്ത കാലമുണ്ട്. ഇപ്പൊ കരയുന്ന കാലം, അടയാളം ഇല്ലാത്ത കാലം ആകുമ്പോൾ ഈ കാലത്ത് നമ്മൾ എങ്ങനെയാണ് വിശ്വസ്തത കാണിച്ചത്? അതാണ് നമ്മുടെ ആസ്തി വികസനം വർദ്ധിപ്പിക്കുന്നത്. ലുക്ക 1:47 എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുക. ക്രിസ്തുവിലാണ് ആനന്ദം. അപ്പൊ ക്രിസ്തുവില് തിരുവുദ്ധാനമുണ്ട്, ദുഃഖവെള്ളിയാഴ്ചയുണ്ട്. പക്ഷെ രണ്ടിനെയും ഒരേ രീതിയിൽ ആ ക്രിസ്തുവിനെ ക്രിസ്തുവാക്കുന്ന ഇപ്പം നമ്മളെ തന്നെ സബ്ലിമേറ്റ് ആക്കുന്ന, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ശക്തിയുടെ സ്രോതസ്വരൂപങ്ങളില്ലേ, അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനന്ദം ഉണ്ടാകണത്. ഇപ്പോൾ ഒരു സങ്കടം ഉണ്ടായി, ഇപ്പോൾ രോഗമുണ്ടായി, ഇപ്പോൾ എനിക്ക് കുറച്ച് രോഗങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണത് എന്താണ്? കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ കൂടെ കൂട്ടി വെക്കുമ്പോൾ ഇത് ക്രിസ്തുവിലൊരു ആനന്ദമായിട്ട് ഇത് മാറുന്നു. ഈ ലോകത്തോടൊരു അറ്റാച്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, ഇതുപോലെ തന്നെ ഈ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാസന, നിധിയ, സമാധിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരു ആനന്ദം ഉണ്ടാകും. അത് ദൈവത്തിൻ്റെ ഒരു ഭാവമായിട്ടാണ് ഭാരതീയ ദൈവശാസ്ത്രത്തിൽ എടുക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകണം, ലോകത്തിലായിരിക്കുകയും ലോകത്തിൻ്റെതല്ലാതായിരിക്കുകയും ചെയ്യണം. അതാണ് പരിശുദ്ധ അമ്മയുടെ ഒരു നിലപാട്. യോഹന്നാന്റെ സുവിശേഷം 17:15 ഇതേ ഒരു ആശയം വരുന്നുണ്ട്. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ക്രിസ്തു അങ്ങനെ ഇവിടെ ജീവിച്ചത്. ഈശോ പറഞ്ഞില്ലേ,
ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. കാരണം ലോകത്തിൻ്റെ സന്തോഷമാണെങ്കിൽ അത് ആ സാഹചര്യം മാറുമ്പോൾ എടുത്തു കളയും. അപ്പം ദൈവ സന്തോഷമാണ് ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം എന്ന് ഈശോ പറഞ്ഞില്ലേ, അതാണ് ദൈവ സന്തോഷം. ഇപ്പം ക്രിസ്തുവിനെ ആണ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതത്തെ നമ്മൾ ശരിക്കും അതിൻ്റെ ൂടും പാവും നെയ്യേണ്ടത്. അല്ല ക്രിസ്തുവിനെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ജെയ്സൺ എന്നുള്ള സാക്ഷ്യം പറയുന്ന ആൾ പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, കാരണം അത് ആധ്യാത്മികമായി മനസ്സിലാക്കേണ്ടതാണ്. ആധ്യാത്മിക അനുഭവം ഉള്ളവർക്കേ എൻ്റെ ഫീലിംഗ് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മൾ പൊതുവെ വിചാരിക്കാത്ത, ഇപ്പം നമ്മൾക്കുള്ള എങ്ങനെയാണ്, നമുക്ക് പ്രാർത്ഥിച്ച ഒരു സംഭവം കിട്ടിയ സന്തോഷം, പക്ഷെ അത് ദൈവത്തിൻ്റെ സന്തോഷമല്ല, അത് ലോകത്തിൻ്റെ സന്തോഷമാണത്. അത് ദൈവമായിട്ടുണ്ടാകുന്ന സന്തോഷമല്ലത്. അത് എടുത്തു കളയാൻ പറ്റുന്നത് കൊണ്ടാണ് ഈശോ പറയണത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. ജോലി കിട്ടിയപ്പോൾ സന്തോഷം, പക്ഷെ ട്രാൻസ്ഫർ വന്നപ്പോൾ ദുഃഖം. അതാണ് വിഷയം. അതാണ് അത് എടുത്തു കളയാം. ട്രാൻസ്ഫറിന് നിൻ്റെ സന്തോഷം, ജോലി കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം ട്രാൻസ്ഫറിന് എടുത്തു കളയാൻ പറ്റും. അപ്പോൾ പക്ഷെ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിച്ച് അഭിഷേകം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ ഉള്ളതാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായിക്കൊണ്ട് ദൈവത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളയാത്തുള്ള കാലം വേറെ ആർക്കും നമ്മളിൽ നിന്ന് നമ്മുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.